ഈ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ വറുത്ത അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇത് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ചെടുത്തിട്ട് കുറച്ച് ചൂടോടുകൂടിയുള്ള വെള്ളമാണ് ആദ്യം ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വെള്ളം ചൂടായി വരുന്ന വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടായ വെള്ളം ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ പൊടിയൊന്ന് വേകും. പൊടിയൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഈ അപ്പം ഒന്ന് സോഫ്റ്റ് ആവും. ഈ അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ചൂടോടുകൂടിയുള്ള ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ലാസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് അടിക്കുന്നുണ്ട്. അപ്പം അതിനു മുമ്പേ ഇതൊന്ന് വേകണം. ഈ പൊടിയൊന്ന് വേകാൻ വേണ്ടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് ഇത്രയും വന്നപ്പോൾ തന്നെ ഈ പൊടിയൊന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അര കിലോ ആണ് വേണ്ടത് ശർക്കര. ഒരു അര കിലോ എടുത്തിട്ട് ഉരുക്കിയിട്ട് ആ മധുരത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു അര കിലോ ശർക്കര എടുത്ത് ഉരുക്കിയേക്കണേണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചൂടൊന്ന് ആറിയിട്ട് വേണം ഇത് ഒഴിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റ് ആക്കിയതും ഇതും കൂടി ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇത് വെന്ത് പോകരുത്. അപ്പോൾ അരിപ്പൊടി വെന്ത് പോകരുത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ആറിയതിന് ശേഷം മാത്രം അരിപ്പൊടി കുഴച്ചതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കുറച്ച് നേരം നാറായിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന തേങ്ങയുടെ അളവെന്ന് വെച്ചാൽ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും തേങ്ങ മതി നമുക്ക്. അപ്പോൾ ഇത്രയും തേങ്ങ എടുത്തിട്ട് ആദ്യത്തെ തേങ്ങാപ്പാൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനത് മിക്സിയിൽ വെള്ളം ഒഴിച്ചടിച്ചപ്പോൾ ഇത്രയും തേങ്ങാപ്പാലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസോളം തേങ്ങാപ്പാൽ ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. രണ്ടാമത്തെ പാലെടുക്കണ്ട, ഒന്നാമത്തെ പാൽ മാത്രം മതി. രണ്ടാമത്തെ പാലും കൂടി എടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൽ ഒരുപാട് വെള്ളം കൂടിപ്പോവും. അപ്പം അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല കട്ടിയുള്ള ആദ്യത്തെ പാൽ മാത്രം മതി. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. കുറച്ച് ആറിയിട്ടുണ്ട് ശർക്കര. ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോകണം. ഇതിപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല, ശർക്കര മാത്രം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് തരികളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാണ്ട് കിടക്കണ കാണും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്യാനായിട്ട് മിക്സി ഉപയോഗിക്കണത് നല്ലതാണ്. പെട്ടെന്ന് ഒന്ന് അടി ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് മിക്സായി വരും. അപ്പോൾ മിക്സി ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കട്ട ഇങ്ങനെ കിടന്നോടത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ആവശ്യമായ ശർക്കര ഒന്നും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യണതാണ്. ഇത് ചെറിയ ചൂടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ചെറിയൊരു ചൂടൊന്ന് മാറിയ ശേഷമല്ലേ തേങ്ങാപ്പാൽ ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് പോവും. ചൂടിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ വെന്ത് പോവുമല്ല തേങ്ങാപ്പാൽ. അപ്പോൾ ആ ടേസ്റ്റ് അങ്ങനെ മാറി. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കറികളിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിളച്ചങ്ങാട് പോയി കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും തേങ്ങാപ്പാൽ. അപ്പോൾ ചെറിയൊരു തിള വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ ഈ തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കട്ടി നമുക്ക് വേണ്ട. അപ്പോൾ ഇത് കട്ടി കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ചൂടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഒരു ചെറിയ ചൂടുള്ളൂ. ഇനി അത് അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതൊന്ന് ആറാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 2 ഏലക്ക, പിന്നെ ഇത് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണോളം മതി. ചെറിയ ജീരകം പ്രത്യേക ടേസ്റ്റാണ്. ഏലക്കയും കൂടി വരുമ്പോൾ അപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം മിക്സിയിലൊന്നും അടിക്കാനായിട്ട്. അപ്പോൾ ഇത് അധികം നമുക്ക് വേണ്ട, ചെറിയൊരു ടേസ്റ്റ് മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കും. അത് 1-ാം പാൽ മാത്രം എടുക്കാൻ പോലെ ഞാൻ പ്രത്യേകം പറയുന്നതാണ്. ഇതല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും.
പിന്നെ ഇതിലോട്ട് നമുക്ക് ഇനിയിപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇത്തിരി ലൂസായി പോകുന്നത് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പൊടി ഇടാം. എന്ന് വെച്ചാൽ ഇത് സോഫ്റ്റ്നെസ് കുറവൊന്നും വരില്ല. അങ്ങനെ ഇത്രയും പൊടികൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തേക്കണോണ്ട് തന്നെ വേറെ പൊടി ഇട്ടുന്നോർത്ത് ഇത് സോഫ്റ്റ്നെസ്സിന് ഒരു കുറവൊന്നും വരില്ല. മിക്സ് ചെയ്ത് വന്നപ്പോൾ ഓക്കെ ഇത്രയും ഇതിലാണ് കിടക്കുന്നത്. ഇത്രയും നമുക്കൊരു ഇത്രയും കൺസിസ്റ്റൻസി മതി. അപ്പം ഇത് ചില നമ്മൾ കല്യാണ്ടൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്കതൊന്നും പ്രശ്നമില്ല. നമുക്ക് മിക്സിയിലടിക്കണോണ്ട് ഇത് മിക്സിങ് നമുക്കൊരു പ്രശ്നമല്ല. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മുട്ട വേണം. ഒരു കോഴിമുട്ട നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചെറിയ ജീരകവും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ഇട്ട് കൊടുക്കുന്നതിന് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുട്ട ആഡ് ചെയ്യണം. ഇതിലേക്ക് ഞാനൊരു മുട്ട എടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നുള്ള് മതി ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്ര ഉപ്പ് മതി. ഇത്ര ഉപ്പ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് ടേസ്റ്റ് ചെയ്യേണ്ട, ചെറുതായിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്യേണ്ടത് നോക്കണം. പിന്നെ മധുരം ഒരു ഇത്തിരി മുന്നിട്ട് നിന്നാൽ മാത്രമേ ആയി വരുമ്പോഴേക്കും വെന്ത് വരുമ്പോഴേക്കും മധുരം നമുക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തിന്നുമ്പോൾ ഒരു മധുരക്കുറവ് തോന്നും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ശർക്കര മുന്നിൽ വയ്ക്കണം. അപ്പോൾ കുറച്ചും കൂടി ശർക്കര ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇത്തിരി കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യണേ. പിന്നെ നമുക്ക് ഈ പൊടി അധികം വെന്ത് പോയിന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിക്കായിരുന്നല്ലോ ഇത്. അപ്പോൾ വെന്ത് പോയിന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പൊടിയിലോട്ട് നോക്കുമ്പോൾ ഒരു വെന്ത് പോയിന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഈ നേരെ വറുത്ത പൊടിയൊന്ന് നേരെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി ശർക്കര നീരൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബാലൻസ് ആവും. അപ്പോൾ ഇതിന് മിക്സ് ചെയ്ത് ഞാൻ ഇത് എത്ര മിക്സ് ചെയ്താലും വേണ്ട ഇതുപോലത്തെ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പണി കുറച്ച് എളുപ്പമാവും. ഇത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ല. വേണ്ട ഉണ്ടായിരുന്ന കട്ടകളൊക്കെ പോയി. ഇത് കാണാമല്ലോ വേണ്ട കട്ടകളൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ ഒരു വണ്ണിൽ ഒന്ന് നിർത്തി 2-3 പ്രാവശ്യം അടിച്ചാൽ മതി. ഇതിൽ ഏലക്കയും ഇതൊക്കെയുണ്ട് നമ്മളെ ജീരകമൊക്കെ. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കത് ഉണ്ടാക്കാം. ഇനി ഇതുപോലുള്ളൊരു പാത്രം നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഇട്ട് ഇത് വെച്ച് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഇതിന് കിട്ടും, അപ്പത്തിന് കിട്ടും. ഈ ശരിക്കും ഉണ്ടായി വരുമ്പോൾ ഒരു കിണ്ണത്തപ്പം ഉണ്ടായി വന്ന ഒരു ഇതുപോലെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ഇത് അപ്പമായിട്ട് കിണ്ണത്തപ്പം ആ ഒരു ലെവലിലോട്ട് നമുക്ക് ഇത് കിട്ടും. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവിലോട്ട്. ഇത്രയും ഹൈറ്റിൽ ഒഴിച്ചു കൊടുത്തേക്കണത്. അത് പൊന്തിയൊന്നും വരുന്നില്ല, ആ ഒരു ലെവലിൽ തന്നെ വെന്ത് വരും. അപ്പോൾ ആവി വന്നതിന് ശേഷം മാത്രമേ കിണ്ണം വെക്കാവുള്ളൂ. ആവി വന്നതിന് ശേഷം ഇത് വെച്ച് ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. എനിക്കിപ്പോൾ ബാക്കി ഒരു 1/2 കിലോ ശർക്കര എടുത്തതിൽ ബാക്കി ഇത്രയും ശർക്കര മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം മധുരം നോക്കി ഇടേണ്ടി വന്നു. അപ്പോൾ നോക്കി മധുരം നോക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ കളറ് കുറച്ച് ബ്രൗണിഷായിട്ട് വരണം തന്നെ മധുരം ആവും. പിന്നെ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുമ്പോൾ മാത്രം നമ്മൾ വെന്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡെക്കറേഷന് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കാഷ്നട്ടോ കിസ്മിസോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ആ അപ്പത്തിൻ്റെ മുകളിൽ നമുക്ക് ഇട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇത് പിള്ളേർക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ പണ്ടത്തെ കാലത്ത് ആളുകൾ കഴിച്ചിരുന്ന ഇതുപോലത്തെ ആവിയിൽ കയറ്റിയ ഭക്ഷണമൊക്കെ ആവിയിൽ വെന്ത ഭക്ഷണമൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വൈകുന്നേരം ഒരു സ്നാക്സായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ബേക്കറിയിലെ ഭക്ഷണം ഇത് കൊടുക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇത് ഇങ്ങനെ വെന്തിട്ടുണ്ടാകുന്ന നോക്കിയപ്പോൾ ഇതിങ്ങനെ
നോക്കുമ്പോൾ അതിൽ ഈ ഇതുമേലൊന്നും മാവൊന്നും ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആറിക്കൊണ്ടിരിക്കും തോറും ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇതുണ്ട, ഇടയിൽ നിന്നൊക്കെ പയ്യെ വിട്ട് വിട്ട് വരും, ഒട്ടിങ്ങനെ ഇരിക്കുന്നത് വേണ്ട. ഇട്ടിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്കിത് മുറിച്ച് നോക്കാം. ഇപ്പം ഇതൊന്ന് മുറിച്ച് നോക്കാൻ പോണെയാണ്. അതിൻ്റെ സോഫ്റ്റ്നെസ് എന്താ, നല്ല സോഫ്റ്റായിട്ട് സോഫ്റ്റായിട്ടിരിക്കണം. ഇത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് വേണ്ട. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.